നിക്കടാ അങ്ങോട്ട്. അതെ, ഇത് പൊതു പറഞ്ഞില്ല, കാശ് ഇറക്കുന്നവരുടെ സ്വത്ത് എന്ന് വെച്ചാ ഇത് ഇപ്പൊ എന്റെ സ്വത്ത്. ഇതിൽ യാതൊരു അവകാശവും ഇല്ല. ഇതെല്ലാം എന്റെ കയ്യിൽ വന്നു ചേരാനുള്ളതാ. എടുത്ത് അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചേ. എന്താ നോക്കി നിൽക്കുന്നേ? എടുത്തോണ്ട് വേ, എടുത്തോണ്ട് വേ, എടുത്തോണ്ട് വേ. ആ, ഇതൊക്കെ എടുത്തോണ്ട് വേ. കൊണ്ടുവെക്കാൻ എല്ലാം കൊണ്ടുപോ. കൊണ്ടുപോയി എടുത്തോണ്ട് പോ. മോഷണം എല്ലാം കൊണ്ടുപോ. ഞാൻ എടുത്തോണ്ട് പോ. പോട്ടെ. നമസ്കാരം സഹോദരി. അറിയാലോ, തെരഞ്ഞെടുപ്പ് കൂടി മാത്രമേ ഉള്ളൂ. മോൻ കണ്ട അറിയാം വോട്ട് എനിക്കാണെന്ന്. ലീലാവതിയുടെയും കുഞ്ഞുഞ്ഞമ്മയുടെയും ആൾക്കാർ വൻങ്ങളുമായി വരും. ഒന്നും വിശ്വസിക്കരുത്. ഏത് വിശ്വസിക്കണ്ട അറിയാം. ചേച്ചി, അവരെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെ? ഏത് വിശ്വസിക്കണമെന്ന് എനിക്കറിയാം. ആ, ഒട്ടിച്ചോ ഒട്ടിച്ചോ, നല്ലോണം ഒട്ടിച്ചോ. പോസ്റ്ററുകൾ ഈ നഗരം മുഴുവൻ നിറയാൻ പോവാണ്. ചേച്ചി നോക്കിക്കോ, സതി ചേച്ചി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എനിക്കിപ്പോ സതി തന്നെ ഒരു നിർബന്ധമില്ല. ആര് ജയിച്ചാലും അത് നമ്മുടെ പാർട്ടിയാ. അയ്യോ, അതങ്ങനെ പേർക്ക് ഞാൻ ഒരുപോലെ കാശ് കൊടുത്തിരിക്കല്ലേ. അയ്യേ, അതൊന്നും ന്യായം. അപ്പൊ ഇന്നാരും ജയിക്കണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലേ? ഏയ്, ഞങ്ങൾ അങ്ങനെ പ്രത്യേക അറ്റാച്ച്മെന്റ് ഇല്ല. ജയിക്കുന്നവർക്ക് ഞങ്ങളോടൊരു കടപ്പാടം, അതേ ഉള്ള ആഗ്രഹം. അല്ല, അപ്പൊ ഇതൊക്കെ ഒരു തരം വിലക്ക് വാങ്ങാം. അതെ, അത് തന്നെ, വിലക്ക് വാങ്ങൽ. ജയിക്കുന്നവരെ ഞങ്ങൾ വിലക്കെടുക്കും, പിന്നെ അഡ്വാൻസ് കൊടുക്കും. ആ, നടക്കട്ടെ, നടക്കട്ടെ. ആഹാ, ഫസ്റ്റ് പോസ്റ്റർ എഴുതുന്നേ. കർത്താവും കർമ്മവും ക്രിയ നാടിന്റെ അമ്മാവ് നോക്കിക്കേ. നാടിന്റെ മുന്നണി സ്നേഹനഗറിൽ ഒരേ ഒരു പ്രസിഡന്റ് സതി. അങ്ങനെയൊക്കെ വാചകങ്ങൾ വേണ്ടത്. ഇതെന്താ സതിയെ സതി അപ്പൊ കുഴി എണ്ണണ്ട. ഒന്നും നമുക്കിതെല്ലാം ഒട്ടിക്കാം. അമ്മാവ ഇതൊക്കെ മാറ്റി എഴുതാം. അമ്മാവ എന്താ പറഞ്ഞത്? എന്ത് കഷ്ടമാന്ന് പറയേ. ആ പശ കൂടെ എടുത്തോ. എന്തോന്ന് അമ്മാവ, ഇതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. നിന്നെ അമ്മാവ ഇതെന്തോ ചെയ്യാനാന്ന്. ക്ഷമ വേണം, സംയമനം. അതൊക്കെ എത്ര കിലോ വീതം? മോളെ പച്ച പച്ചയിട്, പച്ചയിട്. എട് മോളെ, ഞാനൊരു വേല കാണിച്ചു തരാം. പണ്ട് കണക്ക് പഠിക്കാൻ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാന്നുള്ള ഭാഗം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ അമ്മാവ, എന്റെ അമ്മാവ അമേരിക്ക ആളായിരുന്നു. പിടുത്തങ്ങൾക്ക് വില തരുന്ന നാടാകും. എന്റെ മനസ്സ് നിറയുന്ന. അരുത്, കരയരുത്. അതുപോലെ ഒരുപാട് മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ അപ്പുറത്തല്ലേ. ശരി, സതി സതി. അയ്യോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മാവ. ഈ ബുദ്ധി എന്ന് പറയുന്നത് ഭഗവാനായിരിക്കുന്ന ഈശ്വരൻ എല്ലാം തുല്യമായി പകുത്തു നൽകിയിട്ടുണ്ട്. ചിലര് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു, ചിലര് ഉപയോഗിക്കാതെ വെച്ചിരുന്നു. ഈ പോസ്റ്റർ കാണുമ്പോ ലീലാവതി ഒന്ന് ഞെട്ടും. അയ്യോ മോളെ, മുകളിൽ കൂടെ ഒട്ടിച്ചിരിക്കുന്നു കണ്ടോ? അവിടെ പേര് ഇവിടൊക്കെ ജയിച്ചാലും നശിക്കാൻ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയ. അതിനൊരു പവിത്ര. എതിരാളിയുടെ പോസ്റ്റർ വലിച്ചു കീറിയല്ല ജനസമ്മതി തെളിയിക്കേണ്ടത്. പെട്ടി തുറക്കുമ്പോ വോട്ടായിട്ട് അത് വീഴണം. റിസൾട്ട് അറിയുമ്പോ ചിലരൊക്കെ വീഴാൻ കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് മൃഗീയ ഭൂരിപക്ഷം.
സ്വഭാവത്തിൽ മൃഗീയതയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിന്റെ ബലത്തിൽ വോട്ട് കിട്ടത്തില്ല. എന്താ സതിമോളെ? മൃഗീയമാക്കാൻ പോവാന്നമ്മാവ പലരും പറയുന്നതേ. ഭൂരിപക്ഷം ഇതേപോലെ തമാശ യുഗങ്ങളായി. അതെ, റിസൾട്ട് വന്ന് കഴിയുമ്പോ ഇതൊക്കെ ഒരു തമാശയായിട്ട് അപ്പ കിടന്ന് പ്രഡിക്ഷൻ നിങ്ങളെ വശം തന്നെ. അത് പിന്നെ അറിഞ്ഞൂടെ? അയ്യ മാമാ ലീലാവതി ഇപ്പൊ ജയിപ്പിച്ചു തരാം കേട്ടോ. സതീദേവി എടേ ഓടിക്കേ നോക്ക് എന്തൊക്കെ സംഭവം. സ്നേഹനഗറിലെ പ്രസിഡന്റ് സതി തന്നെ ആവണം. നോക്ക്, പ്രസിഡന്റിന് താമസിക്കാൻ കിട്ടുന്ന ലോക ഒരേ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ആണിത്. നോക്കിയോ, നമ്മള് കോട്ടയം ആള് ഗീരന്റെ മുറി എടുക്കാൻ സ്പേസ് ഉണ്ട് അവിടെ. എനിക്ക് മോളത്തെ മുറി മതി കേട്ടോ. അമ്മവാ നമുക്ക് സാവകാശം അലോട്ട്. താങ്ക് യു വെരി മച്ച്. കുട്ടികളൊക്കെ കണ്ടാ അറിയാം ഇവിടുത്തെ വോട്ടുകൾ നമുക്കാ. ആ ലീലാവതിക്ക് കിട്ടുമോ? ലീലാവതി ചുമ്മാ തീരം കുറയട്ടെന്ന്, അല്ല വെറുതെ വേസ്റ്റ്. ഞാനാ സ്നേഹന്റെ ഇലക്ഷനിൽ സതി വന്നിരിക്കുക. ആരാ ടോമി? വിചാരിച്ച വല്ല വ്യാജ വോട്ടും ചെയ്യാൻ പറ്റൂടെ? മനസ്സിലായില്ല. നാളെ ഇലക്ഷൻ ഓർക്കുമ്പോ ഒരു കിടുകിടാന്നുള്ളൊരു വിറയല്. ആര് ജയിക്കും ആര് തോക്കും അതൊരു ചോദിച്ചിന്. എനിക്കറിയാം ആരാ ജയിക്കാൻ പോണേന്ന്. കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ജയിക്കും, വോട്ട് കിട്ടുന്ന ആള് തോക്കും. അടിച്ചിന്റെ ചവിട്ടിച്ചളയും. ഈശ്വര, നാളെ വോട്ട് പെട്ടി പൊട്ടിക്കുമ്പോ ആരാണോ എന്തോ ജയിക്കണത്. ചേട്ടൻ ജയിച്ചു. മനസ്സിലാതെ കേറ്റരുത്. ഒരു പ്രശ്നവും ഇല്ല, ജയിക്കും. കുഞ്ഞ് എന്നെ ജയിക്കും. എനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ചീവീട് കരയുന്ന കേട്ടു. രാത്രി മാത്രമല്ല, എല്ലാ ദിവസവും രാത്രി കരയും. ചീവീടും ഇലക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദുർമിനിത്തയോ, വാക്കുകൾ പോലും തെറ്റുന്നു. ദുർനിമിത്തം. ആ അത് തന്നെ. അതൊക്കെ എനിക്ക് തോന്നുന്നു ചേച്ചി. ആകെ ഭഗവാനെ നാരായണ, ഞാൻ ഈ ഇലക്ഷനിൽ വേളാങ്കണ്ണി മെഴുകുതിരിയും ഗുരുവായൂർ തുലാഭാരവും നടത്തിയേക്കാവേ. ഭഗവാനെ, സതികുഞ്ഞ് ജയിക്കുകയാണെങ്കിൽ കൊടക്കനാല് മുരുകൻ, ഊട്ടിയിലെ ശിവൻ, ബോംബെയിലെ. അതിൽ ഞാൻ തോക്കുന്ന. നിങ്ങൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കേ. കുഞ്ഞു കുഞ്ഞമ്മയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ട്, ലീലാവതിയോട് കുറവുണ്ട്. അപ്പൊ പിന്നെ ജയിക്കുന്ന ആരാ? അല്ല ആരാ? സതിമോള് തന്നെ. ഭഗവാനെ രക്ഷിക്കണേ. ട്രെൻഡുകൾ മാറി മാറി നരേട്ടാ. സതിക്ക് അനുകൂലമായിട്ടൊരു തരംഗം, സഹതാപ തരംഗം. വീടില്ല, വാടക താമസം, അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചു. അതുമല്ല, നരേട്ട UD ക്ലർക്കാണെന്നും പറഞ്ഞ് ഞാൻ മുമ്പ് ഗമല്ലോ, അതിന്റെയൊക്കെ റിഫ്ലക്ഷനാ. നരേട്ടാ, എനിക്ക് ഒരു തലകറക്കം.
എനിക്ക് കുറച്ച് വെള്ളം വേണം. ആദ്യം നീ ഇവിടെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കേ. എന്റെ ലീലാവതി, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള മനുഷ്യന്റെ അന്തിമ ലക്ഷ്യവും മനുഷ്യനെ അയ്യടാ, വേദനിച്ച് നിൽക്കുമ്പോ വേദാന്തം പറയലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന്? സൂയിസൈഡ്. ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്നിട്ടൊരു കത്ത് എഴുതി വെക്കും. എന്റെ മരണത്തിന് അവളാ ഉത്തരവാദി. നമ്മുടെ മോളെ നന്നായിട്ട് നോക്കിക്കണം കേട്ടോ. അതൊന്നും നീ പേടിക്കണ്ട. അവളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഞാൻ ഏറ്റു. കാര്യങ്ങളൊക്കെ സതിക്ക് അനുകൂലമായിട്ടാ വരുന്നത്. വോട്ട് ഞാൻ തൽക്കാലം മാറി നിൽക്കും. റിസൾട്ട് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞു രാത്രിയും ഞാൻ തിരിച്ചു വരൂ. ലീലാവതി, റിസൾട്ട് അനൗൺസ്. സതി ജയിച്ചു. പ്രതിപക്ഷ നേതാവ് ലീലാവതി. ഞാൻ സ്വീകരണ സ്ഥലത്തേക്ക് പോവുക. ശരി കേട്ടോ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സമ്മതിദായകരെ, നിങ്ങളുടെ പുത്രി സതി തന്റെ ശത്രുക്കളുടെ നൽകിക്കൊണ്ട് തിലകമണിയിച്ച സതി എന്ന സതിയിലെ സ്വഭവനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സമ്മതിദായകരെ, നാടിന്റെ പുത്രി സതീദേവി നിങ്ങളുടെ കണ്ണിലുണ്ട്. ഒരെണ്ണം കൂടെ തരട്ടെ? ഇപ്പൊ എങ്ങനെയുണ്ട് പെങ്ങളെ? തലകർക്ക് മാറി. എനിക്ക് പോണം. വിജയതിലകമണിയിച്ച സതി എന്ന സതീദേവി പതിനായിരങ്ങൾ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സതീദേവി ജയിച്ചതിന് ശേഷം ഇതാ സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരെ, നിങ്ങളുടെ ഓരോ വോട്ടിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സതീദേവി ഇതാ സ്വഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്റെ എത്രയും പ്രിയപ്പെട്ട അസോസിയേഷൻ പ്രവർത്തകരെ, ഈ നടന്ന ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷം വന്ന് നിങ്ങൾ എന്നെ ജയിപ്പിച്ചത് ഈ തരുണത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. എന്റെ ശത്രുവായി ലീലാവതി. പക്ഷേ ഇന്നു മുതൽ എനിക്ക് അവരോട് ശത്രുതയില്ല. തോറ്റവരുടെ വികാരം ദേഷ്യമല്ല, മറിച്ച് സഹതാപമാണ്. സുഗണാനിയ, ലീലാവതി വീട് പൂട്ട് മുങ്ങിക്കളഞ്ഞല്ലേ? മുങ്ങിയ? ആര് പറഞ്ഞു മുങ്ങിയെന്ന്? അത് പിന്നെ ഞാൻ ചോദിക്കാം. വിക്കലും പറയലും ഒന്നും വേണ്ട. ഞങ്ങൾ അടിയും ഇടിയും വെടിയും ഒന്നുമല്ല, ശാന്തസുന്ദരമായ ഇനി അടുത്ത മീറ്റിംഗിൽ എന്റെ ഭരണ പരിഷ്കാരത്തിന്റെ അജണ്ട നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അടിയുടെ